അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയൊരു കട്ടുണ്ട് ഉസ്താദെ, കാര്യമായിട്ടൊന്നുമില്ല. ചില ഇബാറത്തുകൾ കേൾക്കാൻ കുറച്ച് പ്രയാസമായി പോന്നു. കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ. ഉസ്താദെ, ഒരാൾക്ക് അല്പം ഒരു കൺഫ്യൂഷനുള്ള, എപ്പോഴും സംശയത്തിന്റെ ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളാണ് ഇമാമത്ത് നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സംശയം വരുന്ന ഒരാളും കൂടിയാണ്. എങ്കിൽ ഒരു മഅ്മൂമ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ തന്നെ അത് ഈ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന വ്യക്തി ഇരിക്കുകയല്ലേ വേണ്ടത്, പിന്നെ ഇവളുടെ ഉറപ്പ് നോക്കേണ്ടതുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇയാൾക്ക് ഇന്നതിന് രാവിലെ മുതൽക്ക് ഇടക്ക് കട്ടുവരുന്നുണ്ടായിരുന്നു. ബൈലക്സിന് എന്തോ ചെറിയ പ്രയാസമുള്ള ദിവസമാണ് തോന്നുന്നത്. അല്ലാതെ നെറ്റ് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾക്ക് ഇവിടെ നെറ്റിന് യാതൊരു പ്രശ്നമില്ല. ബൈലക്സിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇടക്ക് കട്ട് വന്നത്. എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കട്ടുണ്ടായാലും പിന്നെ മനസ്സിലാകാൻ ഞാൻ കുറച്ചൊക്കെ ഒരു പ്രയാസമുള്ള ഭാവം കൂടി ആയതുകൊണ്ട് കട്ട് വന്നാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. ഇമാമ് ഇടക്ക് ഇങ്ങനെ സംശയം വരുന്ന ആളാണെങ്കിലും മഅ്മൂമ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ സംശയം നീങ്ങണം എന്നായിരിക്ക. ഈ വ്യക്തിക്ക് സംശയം നീങ്ങുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അത് എന്തുകൊണ്ടാണ് നീങ്ങാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഒരൊറ്റ ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഇയാളുടെ സംശയം നീങ്ങി, എന്നാ ഓക്കെയാണ്. ഇയാൾക്ക് അപ്പോഴും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഓക്കെ ആവൂല, അതാ പറഞ്ഞു. അയാളുടെ സംശയം നീങ്ങാൻ ചിലപ്പോൾ മതിയാവും. മൗമൂമിങ്ങളിൽപ്പെട്ട ഒരാള് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയപ്പോ ഇയാൾക്ക് ആദ്യം സംശയമുണ്ട്, നാലാമത്തതോ അഞ്ചാമത്താവോ എന്നൊരു സംശയം ഇങ്ങനെ ഉണ്ട്. അതോടുകൂടി ഈ സംശയം ഉണ്ടാകുമ്പോൾ ഇയാൾ അടുത്തത് ചെയ്യണമല്ലോ. അങ്ങനെ എഴുന്നേറ്റപ്പം മൗമൂമിങ്ങളിൽപ്പെട്ട ഒരാള് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി. അപ്പൊ ഇയാൾക്ക് ഉറപ്പായി, ശരിക്ക് അഞ്ചാമത്തേക്ക് തന്നെ പോണ, നാലായണ് ഉറപ്പായി അവിടെ ഇരിക്കും ചെയ്യാം. അപ്പൊ ഈ വ്യക്തിക്ക് ഇമാമിന് ഈ ഉറപ്പ് വന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. അത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടായാലും വേണ്ടിയില്ല, മറ്റുള്ള പ്രവൃത്തി കൊണ്ടായാലും വേണ്ടിയില്ല, അല്ലാത്ത നിരക്കായാലും വേണ്ടിയില്ല, തനിക്ക് ഉറപ്പ് ബോധ്യം വരണോന്ന്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പ്രശ്നമില്ല, തനിക്ക് ബോധ്യം വരണം. അത് ഈ സുബ്ഹാനല്ലാഹ് കൊണ്ട് ബോധ്യം വന്നാൽ ഓക്കെയാണ്. അതുകൊണ്ടാണല്ലോ സുബ്ഹാനല്ലാഹ് എല്ലാം പറഞ്ഞത്. ഈ സംശയം നീങ്ങി പെട്ടെന്ന് ഓർമ്മ വരാൻ അത് സഹായിക്കും. അങ്ങനെ ഓർമ്മ വന്നായിരുന്നോട്ടെ. ശുക്രൻ ഉസ്താദ്. ഇനി ഇതുപോലെ സംശയം ഒരാൾക്ക് 3 or 4 എന്നൊരു സംശയം വരികയാണെങ്കിൽ പിന്നീട് സംശയിച്ചിരിക്കാൻ തീരെ പാടില്ല, ഉടനെ എഴുന്നേൽക്കണം എന്നതാണ് ഉസ്താദെ. എന്നാലും ഒന്ന് ചിന്തിച്ചു വിടും ഉസ്താദെ, കുറച്ചൊന്ന് എത്രയാണോ എന്നുള്ളത്. അപ്പൊ അത് തീരെ പാടില്ല, ഉടനെ എഴുന്നേൽക്കണം എന്നതിനെ കുറിച്ചാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഇങ്ങനെ ഈ ഉടനെ എഴുന്നേൽക്കണം എന്ന മസ്അല മനസ്സിലാക്കിയ ആള് വേഗം എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവിടുന്ന് റക്അത്തില് ഇങ്ങനെ വീണ്ടും ചെറിയൊരു സംശയവും ആയി നടക്കുന്നു. അങ്ങനെ റുക്കുവിലേക്കോ മറ്റോ എത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഉറപ്പ് വരുന്നു. എങ്കിൽ പിന്നെ ഉടനെ തന്നെ ഇരിക്കണോ, അല്ല ഏതായാലും പൂർത്തിയാക്കി തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉറപ്പിൽ നിന്ന് ഒരു റക്അത്ത് കൂടുകയല്ലേ ഉസ്താദ് ചെയ്യുന്നത്? ഇതിനൊരു പരിഹാര മാർഗം പറഞ്ഞാൽ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സംശയം വന്നാൽ അവിടെ തഫക്കുറ് ചെയ്യാൻ ഇരുന്നാൽ നിസ്കാരം ബാത്തിലാവും എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാള് ഉറപ്പുള്ളത് എടുത്തിട്ട് സംശയത്തെ വിട്ട് ബാക്കി ഒരു റക്അത്ത് പൂർത്തിയാക്കണം. അങ്ങനെയാണല്ലോ. 3 or 4 എന്ന് സംശയിച്ചോടത്ത് 3 എന്തായാലും ഉറപ്പുണ്ട്, 4 ഉറപ്പില്ലാതിരുന്ന 1 എങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ സമയം വെക്കാതെ വേഗം അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റു. സംശയത്തോടു കൂടി തന്നെ അയാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടക്ക് ഇപ്പോ റുക്കൂയിലെത്തിയപ്പോ ആലോചിച്ച് പറയുന്നതാ, റുക്കൂയിലെത്തിയപ്പോ ഇയാൾക്ക് ഉറപ്പായി ഇത് 5ാമത്താണ്. എന്നാൽ ഉടനെ പിന്നെ 2 വട്ടം ആലോചിക്കാൻ പാടില്ല. 5ാമത്താണെന്ന് ഉറപ്പായാൽ അവിടെ നിന്ന് നേരെ അത്തഹിയ്യാത്തിന്റെ ഇരുത്തത്തിൽ വരിക, ഇരുന്ന് അത്തഹിയ്യാത്ത് ഓതി സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വിട്ടുക. അല്ല ഇത് 5ാമത്തതാണ്
എന്ന് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഏതായാലും ഇപ്പൊ ഇവിടേക്ക് എത്തിയില്ലേ, ഇനി ബാക്കി കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ളവർക്ക് ബാക്കിയും കൂടി ചെയ്യാൻ പോയാൽ നിസ്കാരം ബാത്തിലാകും. അരൂരെ പണ്ട് പിരാന്തന്റെ കഥ പറഞ്ഞേക്കാം. പിരാന്തൻ പറഞ്ഞു അനങ്ങിയാ തല്ലൂന്ന് പറഞ്ഞു. അപ്പം പേടിച്ചിട്ട് മുണ്ടാതങ്ങ് നിന്നു. അപ്പം മുണ്ടിയാ തല്ലൂന്ന് പറഞ്ഞു ആദ്യം. അപ്പൊ മുണ്ടോതെ നിന്നു. മുണ്ടാഞ്ഞാ തല്ലൂന്ന് പറഞ്ഞു. പിന്നെ ഇവന് എന്താ കാട്ടുക എന്ന കോലത്തിലാണ്. അവിടെ ആലോചിക്കാൻ ഉത്തരനമസ്കാരം പാത്രവും. അപ്പൊ പിന്നെ അടുത്തതിന് പോവുക. പോയി ഇടക്ക് വെച്ച് ഓർമ്മ വന്നാ ഉടനെ ഇരിക്കുക. പിന്നെ മുന്നോട്ട് പോയാൽ അപ്പവും പാത്തിലാവും. അപ്പൊ ആലോചിച്ചിരുന്നാലും പാത്തിലാവും, ഓർമ്മ വന്നതിന് ശേഷം മുന്നോട്ട് പോയാലും പാത്തിലാവും. അപ്പൊ ഓർമ്മ വരുന്നില്ലെങ്കിൽ ആ സംശയത്തോടു കൂടിയാണെങ്കിൽ അടുത്ത റക്അത്ത് കയ്യോട് നിൽക്കരിക്കാം, എന്നിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യാം. ഈ ഇടയ്ക്ക് എപ്പോഴാണോ ഓർമ്മ വന്ന്, ഇപ്പൊ ഉദാഹരണം അവിടെ നിന്ന് റുക്കൂന്നൊന്നുമില്ല, ഒന്നാമത്തെ സുജൂദ് എന്നാ ഓർമ്മ നോട്ടിക്കോളി, എന്നാ പിന്നെ ഞാൻ പൂർത്തിയാക്കാൻ പാടില്ല. ഉടനെ അത്തയ്യാത്തിലിരുന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുക. അപ്പൊ ഓർമ്മ വരുന്നില്ലെങ്കിൽ സംശയത്തോടു കൂടി നിൽക്കാൻ പാടില്ല, ഉറപ്പാക്കാൻ വേണ്ടി അടുത്ത റക്അത്തിലേക്ക് പോവുക. ഇടയ്ക്ക് വെച്ച് ഓർമ്മ വന്നാൽ അവിടെ വെച്ച് നിർബന്ധമായി നിർത്തി അത്തയ്യാത്തിലേക്ക് വന്ന് അത്തയ്യാത്ത് ഓതി സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുക. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. സാർ പറഞ്ഞു പിന്നെ 3 4 എന്ന് സംശയിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നിന്നപ്പോ അത് 4 ആയിരുന്നു എങ്കിലും എന്ത് ചെയ്യണം, അത് സഹവിന്റെ സുജൂദ് ചെയ്യണം. കാരണം നീയത്തില് ഒരു തറദ്ദുദ് വന്ന കാരണമാണ് എന്ന്. എങ്കില് 4 5 എന്നാണ് സംശയിച്ച്. അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോ 4 ഉറപ്പായി, 5 അല്ലാന്ന് ഉറപ്പായി. എന്നാലും സുജൂദ് ചെയ്യണോന്നാണ് സംശയം. 3 4 നീയത്തിലത് വന്ന കാരണം സുജൂദ് ചെയ്യുന്ന പിന്നെ സുജൂദ് ചെയ്യണോ, 4 ഉറപ്പായ സുജൂദ് ചെയ്യണോന്നൊന്ന് പറഞ്ഞു നന്നായിരുന്നു. സുജൂദ് ചെയ്യണം. എപ്പോ എഴുന്നേറ്റതിന് ശേഷമാണ് 4 ഉറപ്പായതെങ്കിൽ സുജൂദ് ചെയ്യണം. അതായത് 3-ാമത്തെ റക്അത്താണോ ഇത് 4-ാമത്തെ റക്അത്താണോ എന്ന് സംശയിച്ചു. അപ്പൊ അവിടെ എന്ത് വേണം, സംശയമുള്ളത് ഒഴിവാക്കി ഉറപ്പുള്ളത് എടുക്കണം എന്നാണല്ലോ കണക്ക്. നമ്മളെ കാവനൂർ ഉസ്താദ് ഹദീസ് അടിച്ചു കണ്ടില്ലേ, ദയമാ യരീബുക്ക ഇലാ മാലാ യരീബുക്ക. അതാണ് നിന്നെ സംശയത്തിലാക്കുന്ന കാര്യത്തെ വിട്ടിട്ട് സംശയമില്ലാത്ത എടുത്തോ എന്നാ പറഞ്ഞു. അപ്പൊ 3-ാമത്തതോ 4-ാമത്തതോ എന്ന് സംശയിച്ചാൽ 3 ഉറപ്പാണ്, 4 ശക്കാണെന്നാണല്ലോ. അപ്പൊ 3 ഉറപ്പിച്ച് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് പോയി സംശയമുണ്ട്. ഏത് സംശയമുണ്ട്? എഴുന്നേൽക്കുമ്പോ 3 4 എന്ന് സംശയിച്ച് നിസ്കരിച്ചതിനെ പറ്റിയാണ്. അപ്പൊ 3 കഴിഞ്ഞോ അതല്ല 4 കഴിഞ്ഞോ എന്ന് സംശയം. അപ്പൊ 3 കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ച് 4-ാമത്തേലേക്ക് എഴുന്നേറ്റ് ഫാത്തിഹ ഓതാൻ തുടങ്ങിയപ്പോക്ക് ഉറപ്പായി, ഏറിയിട്ടൊന്നുമില്ല, 3 നേരത്തെ നിസ്കരിച്ചിട്ടുള്ളൂ, ഇപ്പൊ നിസ്കരിക്കുന്നത് 4 എന്ന് ഉറപ്പായി. എന്നാൽ അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. കാരണം എന്താ, ഈ നിസ്കരിച്ച കഴിഞ്ഞ റക്അത്ത് നിസ്കരിച്ചതിനെ പറ്റിയിട്ടാണ് ഇവൻ 3 4 എന്ന് സംശയിച്ച്. അപ്പൊ 3 പിന്നിപ്പം ബോധ്യപ്പെട്ടതെങ്കിലും നേരത്തെ 4-ാമത്തതും ആകാൻ സാധ്യത ഉണ്ടല്ലോ. എങ്കിൽ പോലും സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുന്നേറ്റ്. അപ്പൊ ഒരു വേള ഇത് 5-ാമത്തതും ആവാം എന്ന സാധ്യത ഉണ്ടെങ്കിലും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എഴുന്നേറ്റ്. നിന്നപ്പോ ഉറപ്പായില്ല, ഏറിയിട്ടൊന്നുമില്ല, നേരത്തെ 3 നിസ്കരിച്ചിട്ടുള്ളൂ, ഇനി ഇപ്പത്ത് 4 എന്ന് ഉറപ്പ് വന്നാലും സുജൂദ് ചെയ്യണം. കാരണം നേരത്തെ നിസ്കരിച്ച് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ എന്റെ മനസ്സിൽ 4 കഴിഞ്ഞണോ, എങ്കിൽ ഇപ്പൊ ഈ പോണ് 5 ആവുമല്ലോ, അല്ല 3 ആയിട്ടുള്ളൂ, എങ്കിൽ ഇപ്പൊ ഇത് 4 ആവുമല്ലോ എന്ന ഒരു ഷെക്ക് എഴുന്നേൽക്കുമ്പോഴുണ്ട്. ഈ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൂടുതലാകാൻ സാധ്യതയുള്ള ഒരു സംശയം നിലനിന്നത് കൊണ്ട് അതിനുവേണ്ടി സുജൂദ്. ഇപ്പൊ സംശയം തീർന്നാണ്, ഇപ്പൊ 4 തന്നെയെന്ന് ഉറപ്പാണ്. എന്നാൽ ആ റക്അത്ത് നിസ്കരിക്കുമ്പോഴാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യണം. കാരണം നേരത്തെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത റക്അത്തിൽ എഴുന്നേൽക്കുമ്പോൾ 5-ാമത്തതാവാൻ സാധ്യതയുണ്ട്. ആ സംശയത്തോടു കൂടിയാണ് എഴുന്നേറ്റത് എന്നതുകൊണ്ട് സുജൂദ് വേണം. നേരെ മറിച്ച് 2 3 സംശയിച്ചാൽ അങ്ങനെയല്ല. അല്ലെങ്കിൽ 3 4 എന്ന് സംശയിച്ചു,
പക്ഷേ അടുത്ത റക്കയത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഉറപ്പ് വന്നു ഇത് 3 ആയിരുന്നു, അപ്പോൾ റക്കയത്ത് കൂടി നിസ്കരിക്കണം ഉറപ്പ് വന്നു, എന്നാ സുജൂദ് വേണ്ട. അപ്പോ സംശയിക്കുകയും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ റക്കയത്ത് അധികരിക്കാൻ സാധ്യത ഉണ്ടാവുകയും വരുമ്പോഴാണ് സുജൂദ് ചെയ്യേണ്ടത്. അപ്പൊ എഴുന്നേറ്റ് നിന്നപ്പോ അത് 5ാമത്തെ റക്കായത്താണ്. അപ്പൊ 5ാമത്തെ റക്കായത്തിന്റെ ഇടയിലാണ് അത് 5 എന്ന് ഉറപ്പ് വന്നത്. ഉദാഹരണം അതിന്റെ ഒരു റുക്കുവൊക്കെ എത്തിയിട്ട് എന്നാ അവിടുന്ന് അങ്ങോട്ട് ഇരിക്കുകയാണോ വേണ്ടി അതോ ആ റക്കായത്ത് പൂർത്തിയാക്കി സഹവിന്റെ സുജൂദ് ചെയ്യുകയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതല്ലേ കുട്ടിയെ പാലൂരിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരിച്ചില്ലേ? ഓരോരുത്തരോടും വേറെ വേറെ പറയണോ? 5ാമത്തതാണെന്ന് എവിടെ നിന്ന് ഓർമ്മ വന്നോ അവിടെ വെച്ച് നിർത്തി അത്തയ്യാത്തിലേക്ക് പോയിട്ട് അത്തയ്യാത്തോതി സഹവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടണം. അത് പറഞ്ഞല്ലോ. ആലൂരിനോട് പറഞ്ഞ ആലൂരിന് ഒറ്റക്കല്ല, ആലൂരിന് അതൊക്കെ തിരിയാഞ്ഞിട്ടുമല്ല. ആലൂര് ഇനി കേൾവിക്കാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും സംശയക്കാരുണ്ടെങ്കിൽ അവരുടെ സംശയം തീർന്നോട്ടെ എന്നുള്ള നിലക്കാണ് മൂപ്പര് സംശയം ചോദിച്ചത്. നിങ്ങൾക്ക് സ്വന്തം തന്നെ ഒന്ന് കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ, ഇനിയിപ്പൊ അതിനും കേടില്ല. മനസ്സിലായില്ലേ? ഇങ്ങക്ക് സ്വന്തം തന്നെ ഇപ്പൊ പറഞ്ഞ് ഇടക്ക് വെച്ചിട്ട് നൃത്തത്തിന്റെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴോ അത് കഴിഞ്ഞ് റുക്കൂയിലെത്തിയപ്പോഴോ അതും അല്ലെങ്കിൽ എത്തിദാലിലെത്തിയപ്പോഴോ എപ്പോഴാടും വേണ്ടില്ല ഇത് 5ാമത്തതാണെന്ന് ഓർമ്മ വന്നാൽ പിന്നെ മുന്നോട്ട് പോകാൻ പാടില്ല. മുന്നോട്ട് പോയ സംസ്കാരം പാത്തിലാവും. 5ാമത്തതാണെന്ന് ബോധ്യം വന്നാൽ ഉടനെ ഇരുത്തത്തിലേക്ക് വരിക, അത്തയ്യാത്തോതുക, സഹവിന്റെ സുജൂദ് ചെയ്യുക, സലാം വീട്ടുക. ഓക്കെ. പിന്നെ ബാക്കി ഏതായാലും ഇപ്പൊ ഇവിടെ എത്തിയില്ല ഞാൻ പൂർത്തിയാക്കാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ ഈ 2 സുജൂദ് ഉള്ളതിന് പകരം ഇമാമായി നിൽക്കുമ്പോ ഒരു സുജൂദ് കഴിഞ്ഞിട്ട് എത്തിദാലിക്കാണ് എഴുന്നേറ്റു. അപ്പൊ പിന്നെ എന്താ കേട്ടോ, ഒരു സുജൂദ് ചെയ്തിട്ടില്ല, ആമൂങ്ങളൊക്കെ അവിടെ ഇരിക്കുമല്ലോ, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുന്നൊരു സുജൂദും കൂടി ചെയ്ത് പിന്നെ ഇടയിലിരുത്തല്ലാതെ എഴുന്നേറ്റ് പോവുക. എങ്ങനെ ചെയ്യേണ്ടത്? അത് വേറൊരു ചോദ്യല്ലേ. ഒരു സുജൂദ് ചെയ്ത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് 2ാമത്തെ സുജൂദാണ് എന്ന ധാരണയിൽ നൃത്തത്തിലേക്ക് പോയി. അല്ല സംശയം അല്ലേ? ഒരു സുജൂദ് ചെയ്ത് ഇയാളുടെ ധാരണയിൽ 2ാമത്തെ സുജൂദാണെന്നുള്ള നിലക്ക് സുജൂദ് എന്ന് തല ഉയർത്തി ഇസ്തിറാഹത്തിന് വേണ്ടി ചെറിയൊരു ഇരുത്തം ഇരുന്ന് നേരെ നൃത്തത്തിക്ക് പോയി. യഥാർത്ഥത്തിൽ അയാള് 2ാമത്തെ സുജൂദ് ചെയ്തിട്ടില്ല. നൃത്തത്തിലെത്തിയതിന്റെ ശേഷം മൗമൂമിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയത് കൊണ്ടോ അല്ലാതെയോ ഇയാൾക്ക് ഓർമ്മ വന്നു ഇത് ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാല് നേരത്തെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നു കൊണ്ട് നൃത്തത്തിലേക്ക് പോയതാണെങ്കിൽ നൃത്തത്തിൽ നിന്ന് നേരെ സുജൂദക്ക് വന്നാൽ മതി. മനസ്സിലായോ? അല്ല നേരത്തെ ഒരു സുജൂദ് ചെയ്ത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തും കൂടി ഇരിക്കാതെ നേരെ നൃത്തത്തിലേക്ക് പോയതാണെങ്കിൽ നേരെ ആ നൃത്തത്തിൽ നിന്നിട്ട് ഇരുത്തത്തിലേക്ക് വരണം, ഇരുന്നതിന് ശേഷം സുജൂദ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ 2ാമത്തെ സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് പോകുമ്പോൾ ഇസ്തിറാഹത്തിന്റെ സുജൂദ് ഇരുത്തം സുന്നത്തുണ്ട്. ആ നിലക്ക് ഇടയിലെ ഇരുത്തം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇയാൾ ധരിച്ചത് ഇസ്തിറാഹത്തിൻ്റെതാണെന്നുള്ള നിലയ്ക്കെങ്കിലും കുറച്ചു സമയം ഇരുന്നു കണ്ടാണ് നൃത്തത്തിലേക്ക് പോയതെങ്കിൽ നൃത്തത്തിൽ നിന്ന് നേരെ 2ാമത്തെ സുജൂദ് ചെയ്താൽ മതി. അവിടെ ഇരിക്കാതെ സുജൂദിൽ നിന്ന് നേരെ നൃത്തത്തിലേക്ക് പോയതാണെങ്കിൽ ഈ നൃത്തത്തിൽ നിന്ന് ഓർമ്മ വന്നാൽ ഇരുത്തത്തിലേക്ക് വരണം, ഇരുന്നതിന് ശേഷം സുജൂദ് ചെയ്യണം. കാരണം എന്താ, നേരത്തെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് ഇയാൾ കരുതിയെങ്കിലും ആ ഇരുത്തം അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിന്റെ ഫർദ് വീടും. അപ്പൊ ഇയാള് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണല്ലോ കരുതിയത് എന്നോട് കുഴപ്പമില്ല. കാരണം അയാളുടെ മേൽ നെല്ലാൽ ഫർദായ ഇരുത്തമാണുള്ളത്. അയാള് പേച്ചുകൊണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് കരുതിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല, അയാളുടെ ഫർദ് വീടി. അപ്പൊ ഇനി 2ാമത്തെ സുജൂദ് മാത്രം ചെയ്താൽ മതി. അപ്പൊ നേരെ നൃത്തത്തിൽ സുജൂദക്ക് വരിക. ഈ ഇടയിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കാതെ നേരെ നൃത്തത്തിക്ക് പോയതാണെങ്കിൽ ഇയാൾ ഒരു സുജൂദ് കഴിഞ്ഞിട്ട് ഇടയിൽ ഇരുത്തം എന്ന് പറഞ്ഞൊരു ഫർദ് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അപ്പൊ ഇരുത്തത്തിൽ വന്ന് ഇരുന്നതിന് ശേഷം സുജൂദ് ചെയ്യണം. ഓക്കെ.
അതിന്റെ ക്ലാസ്സിനോട് വളരെയധികം ഉപകാരപ്രദമാണ്. കുറെ സംശയങ്ങളൊക്കെ നീങ്ങിക്കിട്ട് ഉസ്താദിന് നമുക്കൊക്കെ ഉള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദെ, എനിക്ക് സംശയം എന്താ വെച്ചാല്, നമ്മള് 4 റക്അത്ത് നിസ്കരിക്കേണ്ട സ്ഥാനത്ത് 3 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം തൊട്ടടുത്തുള്ള ആള് നമ്മളോട് പറയുന്നു നീ 3 റക്അത്തെ ആയിട്ടുള്ളൂ എന്ന് നമ്മളോട് പറഞ്ഞ്, അല്ല നമ്മൾ 4 ആയിട്ടുണ്ട്, നമുക്ക് വീണ്ടും ഒരു ഉറപ്പ് വന്ന് പിന്നീട് നമുക്ക് സംശയം വന്ന് അത് 4 അല്ല 3 ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വീണ്ടും 1 റക്അത്ത് നിസ്കരിച്ചാൽ മതി. എങ്ങനെയാണെന്ന് വിശദീകരിച്ചത്. ആ 3 റക്അത്ത് നിസ്കരിച്ച് മറന്ന് നമ്മൾ 4 ആയി എന്നുള്ള ഓർമ്മയിൽ ധാരണയിൽ സലാം വീട്ടി. സലാം വീട്ടിയപ്പോ ഒരാള് പറഞ്ഞു, ആ നിസ്കാരത്തിലുള്ള നമ്മളെ കൂടെ നിസ്കരിച്ചവനായാലും അല്ലാത്തവരായാലും വണ്ടിയിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ, 3 റക്അത്തിലാണ് സലാം വീട്ടി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ മാറേണ്ടതില്ല. നമുക്ക് അതുകൊണ്ട് ബോധ്യം വന്നു, അല്ലെങ്കിൽ സംശയമായി. ഉറപ്പ് എന്നുള്ളൊന്നുമില്ല, സംശയം വന്നാലും മതി. അല്ല 3 ആയിട്ടുള്ളൂ, 4 എന്നാ പിന്നെ സംശയത്തിന് നിൽക്കണ്ട. ഉറപ്പുള്ള 3 ആണെന്ന് എടുത്തിട്ട് 1 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുക. കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അതിന്റെ അടുത്ത് വുദു മുറിയുകയോ അതുപോലെ തന്നെ നിസ്കാരം മറന്നു ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന അധികരിച്ച പ്രവൃത്തിയോ അധികരിച്ച സംസാരമോ പോലത്തെ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ പിന്നെ തലക്കുന്ന നിസ്കാരം തുടങ്ങണം. അതില്ല, വല്ലാതെ സമയം ദീർഘിച്ചിട്ടുമില്ല, മനഃപൂർവ്വം ചെയ്താലും മറന്നു ചെയ്താലും ബാത്തിലാവുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല എങ്കിൽ 1 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അതല്ല ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അധികരിച്ച പ്രവൃത്തികൾ വന്നിട്ട് അല്ലെങ്കിൽ മുറിയായുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2ാമത് തലക്ക് നിസ്കരിക്കണം. ഏതായാലും താൻ നിസ്കരിച്ചത് 3 എന്ന് ഉറപ്പായിട്ടില്ലെങ്കിലും 3 or 4 എന്ന് സംശയം വന്നാലും അവിടെ എന്തെടുക്കണം? ആ സംശയത്തിലുള്ള ഉറപ്പുള്ള 3 ഉറപ്പെടുത്തിട്ട് 1 റക്അത്ത് കൂടി നിസ്കരിക്കണം. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറുചോദ്യത്തിന് ചോദിക്കാം. ഉസ്താദേ, ദുൽയദൈനിന്റെ ഹദീസ് പറഞ്ഞല്ലോ, ഇമാമ് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ സലാം വീട്ടിയ ഉടനെ മഅ്മൂമികൾ പറയുന്നു 1 റക്അത്ത് കുറവാണ് എന്ന്. അപ്പൊ മഅ്മൂമ് ഇമാമ് ചോദിക്കുകയാണ് തന്നെ കുറവാണോ? ആ കുറവാണ് എന്നവർ പറയുന്നു. അപ്പൊ അത്യാവശ്യ സംസാരം ഇവിടെ കഴിഞ്ഞു, അഹ്ബു ചെയ്യുന്ന സംസാരം കഴിഞ്ഞു. അപ്പൊ ഇമാമ് പറയാണ് എന്നാൽ പിന്നെ വേഗം 1 റക്അത്തും കൂടി എഴുന്നേൽക്കുവീൻ എന്ന് പറയുകയും പിന്നെ ഉടനെ മഅ്മൂമുകൾ ചോദിക്കുന്നു അല്ല ആദ്യം നിസ്കരിക്കുകയാണോ അല്ല ഇതന്നെ മതിയോ, 1 റക്അത്ത് കൂട്ടിയാൽ മതിയോ എന്ന് ചോദിക്കുകയും ചെയ്താൽ ഇത് ഈ നേരത്തെ കുറഞ്ഞ സംസാരം എന്നതിൽ ഉൾപ്പെടുമോ ഉസ്താദെ? അല്ലെങ്കിൽ അനാവശ്യ സംസാരം കൂടി ഉൾപ്പെട്ടത് കൊണ്ട് ഈ നിസ്കാരം നഷ്ടപ്പെടുമോ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഈ ആലൂരിന്റെ ഓരോരോ അതെ, ആദ്യം മഅ്മൂമിങ്ങൾ പറഞ്ഞു 3 റക്അത്തെ നിസ്കരിച്ചിട്ടുള്ളൂ, 1 റക്അത്ത് കുറവാണ്. തന്നെ 3 നിസ്കരിച്ചിട്ടുള്ളൂ, 4 ആയിട്ടില്ല. ഞാൻ ഇപ്പൊ 4 ആയി എന്നുള്ള നിലക്കാണല്ലോ സലാം വീട്ടിയെ. ഇല്ല, 3 ആയിട്ടുള്ളൂ. അപ്പൊ ഇയാൾക്കും ഓർമ്മ. എന്നാൽ പിന്നെ വേഗം എഴുന്നേറ്റ് 1 റക്അത്ത് നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അതേസമയം എന്നായിക്കോട്ടെ നമ്മൾ 1 റക്അത്ത് കൂടി നിസ്കരിക്കല്ലേ, അത് എന്തിനാവശ്യം? അപ്പൊ അജ്നബിയായ കലാമാണ്, ആവശ്യമില്ലാത്ത കലാമാണ്, മനഃപൂർവ്വം ഇതാ കുറഞ്ഞെങ്കിലും ഒരു അറഫോ ആകിലോ. അതേസമയത്ത് ഈ സംശയം നീങ്ങുന്നത് വരെ അതിനാവശ്യമായ സംസാരങ്ങൾ 1, 2, 3, 4 കലിമത്ത് വരെ അഫു ഉണ്ട് എന്ന് പറഞ്ഞ് ഈ സംശയം നീങ്ങാൻ വരെ ആവശ്യമുള്ള കലിമത്തുകൾ മാത്രമാണ്. സംശയം നീങ്ങി കഴിഞ്ഞതിന് ശേഷം എന്നാ പിന്നെ മൂപ്പര് എന്നാ പിന്നെ നമ്മൾ 1 റക്അത്തോടെ നിസ്കരിക്കാൻ ഇതിന്റെ ബാക്കിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് അധികരിച്ച കലാമ് എന്ന് പറയുന്ന 4 കലിമത്തിനേക്കാൾ അധികരിച്ച് വന്നാൽ മറന്നാണെങ്കിൽ പോലും നിസ്കാരം ബാത്തിലാവുന്ന വകുപ്പിൽ പെടുന്നതായത് കൊണ്ട് ഇത് ശെക്കിന്റെ വകുപ്പിൽ പെടുന്നുമില്ല എന്നതുകൊണ്ട് തന്നെ വേഗം പിന്നെ തുടക്കത്തിൽ നിസ്കരിച്ച. മനസ്സിലായില്ലേ? സംശയം നീങ്ങുന്നത് വരെയുള്ള കലാമ് 4 കലിമത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ കുറഞ്ഞത് എന്ന പരിധിയിൽ വരുന്നത് കൊണ്ട് ബാക്കി
നിസ്കരിച്ച് സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതിയാകും. അതേസമയത്ത് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെലിമത്ത് അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും എന്ന പരിധിയിൽ വരും. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അപ്പൊ തലക്കം തുടങ്ങണം. ഓക്കെ, പാഠത്തിൽ പറയണ്ടായി ഭക്ഷണ സാധനങ്ങൾ മറന്നുകൊണ്ടാണെങ്കിൽ അല്പം കഴിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നുണ്ട്. അപ്പൊ എനിക്കുള്ള സംശയം, ചില സമയത്ത് ഈ ഭക്ഷണം കഴിച്ചുള്ള അവശിഷ്ടം പല്ലിന്റെ ഇടയിലേക്ക് അവശേഷിക്കും. ഇപ്പം എല്ലോ മുള്ളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഇത് നിസ്കാരത്തിനിടയിൽ പുറത്തു വന്നു. ഇങ്ങനെ ആകുമ്പോൾ നിസ്കാരം ബാത്തിലാകുമോ? അതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ ഇത് നമ്മുടെ മുനീറിന്റെ കൂടെ അറിയാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുമോ എന്ന് ഉസ്താദ് വിശദീകരിക്കണം. ഭക്ഷണം അറിയാതെ പല്ലിന്റെ ഇടയിലോ മറ്റോ ഉള്ള ഭക്ഷണത്തിലൂടെ ഉമിനീര് അറിയാതെ നടക്കുകയും അതറിയാതെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്താൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. എന്നാൽ ഈ ഭക്ഷ്യവസ്തു കുറഞ്ഞതാണ് ആണെങ്കിലും പുറത്തു വരികയും അത് ഇറങ്ങിയാൽ പോലും കഴിയുമായിരുന്നു. അത് ചെയ്യുന്നതിന്റെ പേരിൽ അബദ്ധത്തിൽ കീഴ്പോട്ട് ഇറങ്ങിയാലും നിസ്കാരം ബാത്തിലാവും. നേരത്തെ പറഞ്ഞത് നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയില്ലാതെ സംഗതി വശാൽ കഴിക്കുന്നതിനെ പറ്റിയാണ്. ഉദാഹരണം അതിപ്പോ എങ്ങനെയെന്ന് വെച്ചാല്, ഒരാള് 2 റക്അത്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞു എന്നുള്ള ആൾക്ക് സലാം വീട്ടി. അപ്പൊ നല്ല ദാഹമുള്ള സമയം, ഉദാഹരണം പറയുമ്പോൾ നല്ല ദാഹമുള്ള സമയം, 2 റക്അത്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞു എന്നുള്ള ആൾക്ക് അത്തയ്യാത്തോതി സലാം വീട്ടി. സലാം വീട്ടി അടുത്ത് വെള്ളം ഉണ്ട്, ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് കുറച്ച് കുടിച്ചപ്പോഴാണ് അള്ളാഹ് 2 റക്അത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് ഓർമ്മ വന്നു. വേഗം എന്നാ ബാക്കി നേരത്തെ അലൂര് പറഞ്ഞേക്ക് ബാക്കിയും കൂടിയാണ് കുടിക്കുക എന്ന് വെച്ചാലോ നിസ്കാരം ബാത്തിലാവും. അറിയാതെ കുറച്ച് കുടിച്ചു പോയി, വേഗം 2 റക്അത്തേ ആയിട്ടുള്ളൂ എന്ന് ഓർമ്മ വന്നു, മാറ്റി വെച്ചു, ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചു, കുഴപ്പമില്ല. കാരണം എന്താണ്, ഇത് നിസ്കാരത്തിലാണെന്നുള്ള കാര്യം ഓർമ്മയില്ലാതെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചതാ. നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ അങ്ങനെയല്ല, ആള് നിസ്കാരത്തിലാന്നുള്ളതൊക്കെ ഉറപ്പുണ്ട്, നിസ്കാരത്തിൽ തന്നെ, അതിലും അറിയൊന്നുമില്ല. മറിച്ച് പല്ലിന്റെ ഇടയിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടം വല്ലതും ബാക്കി ഉണ്ടായിരുന്നു, അത് കുത്തിയെടുത്ത് പുറത്ത് കളയാൻ വിട്ടുപോയതാണ്. അത് സ്വയം പുറത്തു വന്നുകൊണ്ടോ അതിൽ കലർന്ന ഉമിനീരോ അനപ്പിക്കിട്ടിറക്കിയാൽ നിസ്കാരം ബാത്തിലാവും. അതല്ല ഞാൻ കുത്തിയെടുത്ത് പുറത്ത് കളയാൻ കഴിയാത്ത, അപ്പൊ ഉദാഹരണം ഇയാൾക്ക് വല്ലാതെ പല്ലിനൊരു ഓട്ടമുണ്ട്, അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാണ്. ഇപ്പൊ അത് കുത്തിയെടുത്താൽ പല്ലുവേദന വരും അല്ലെങ്കിൽ ചോര വരും എന്നുള്ളത് കൊണ്ടിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് തൽക്കാലം കുത്തിയെടുക്കാതെ നിന്നതാണ്. അതിലൂടെ കലർന്ന ഉമിനീര് കീപ്പോട്ട് അബദ്ധത്തിൽ ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാവൂല. ഇവിടെ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. കുത്തിയെടുത്ത് പുറത്തേക്ക് തുപ്പിക്കളയാനുള്ള സൗകര്യം ഉണ്ട്. എന്നിട്ട് അത് ചെയ്യാതെ ആണെങ്കിൽ അതിലൂടെ ഉമിനീര് കലർന്ന ഉമിനീരോ അല്ലെങ്കിൽ ആ സാധനം പുറത്തു നിന്നിട്ട് അതോ അബദ്ധവശാൽ കീപ്പോട്ട് പോയാലും നിസ്കാരം ബാത്തിലാവും. നേരത്തെ പറഞ്ഞ് മറന്നിട്ടുള്ളതാ. പറഞ്ഞതിലൊരു നിസ്കാരത്തിലാണെന്നുള്ള കാര്യം ഓർമ്മയില്ലാതെ അങ്ങനെ സംഭവിച്ചു പോയി. ഉദാഹരണം, കീശയില് ചെറിയ എന്തോ മുട്ടയോ കടലേറ്റുണ്ട്. ഇങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ധാരണ ഇല്ലാതെ വെറുതെ ഇതിന്നൊന്ന് അതിലേക്ക് ആക്കി ഇറക്കി, അപ്പൊ മനസ്സിലാവുന്നുള്ള ഓർമ്മ വന്നു. അത് കുറച്ചൊക്കെ ആയാൽ കുഴപ്പമില്ല. അതേ സമയത്ത് ഇത് ഉമിനീർന്നു അല്ലെങ്കിൽ അന്യോ പുറത്തു വന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം മനഃപൂർവ്വം കീപ്പോട്ട് ഇറക്കിയാൽ നിസ്കാരം ബാത്തിലാവും. ഇനി മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അത് വേർതിരിച്ച് പുറത്തേക്ക് തുപ്പിക്കളയാൻ പറ്റുന്ന സാഹചര്യത്തിൽ അത് ചെയ്യാത്തതിന്റെ പേരിൽ കീപ്പോട്ട് ഇറങ്ങിയാലും നിസ്കാരം ബാത്തിലാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനൊരു ഭാരത്ത് വായിക്കാം. ولا يرجع في فعلها إلى ظنه ولا إلى قول غيره أو فعله وإن كانوا جما كثيرا ما لم يبلغوا عدد التواتر. ഇവിടെ
ഒരാളെ വാക്കിന്റെ മേൽ ചാരണം കൊള്ളേണ്ടതില്ല, ഫീലിന്റെ മേലും ചാരണം കൊള്ളേണ്ടതില്ല, എത്ര ആൾക്കാരായാലും ശരി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഇമാമ്, ആ ഇമാമ് മറന്നപ്പോ ഒരാൾ തസ്ബീഹ് ചൊല്ലി, അപ്പോൾ അതിന്റെ മേൽ ചാരണം കൊണ്ട സ്വീകരിക്കണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ സഫിൽ നിന്ന് തസ്ബീഹ് ചൊല്ലി, അപ്പൊ അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഇമാമ് പിന്നെ മൂന്നാമത്തെ റക്അത്തിലേക്കോ നാലാമത്തെ റക്അത്തിലോ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ടോ? അല്ല, അയാളെ ഉറപ്പ് അനുസരിച്ച് അല്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പിൽ തന്നെ നിൽക്കണോ? ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ടാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. മൈക്ക് വിട്ട് തസ്ബീഹ് ചെല്ലുന്നിടത്താണ് ഈ പറഞ്ഞത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. അത് എന്തായാലും ഒരു കണക്ക് തന്നെയല്ലേ ദുര്യ. തസ്ബീഹ് ആയാലും തെഹ്ലീലായാലും അല്ലാത്ത പുറത്തുനിന്നുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞതായാലും ഒക്കെ ഒരു കണക്കാണ്. ഇദ്ദേഹത്തിന് ഓർമ്മ വരണോന്ന്, അത് എന്തുകൊണ്ടാന്ന് ഞമ്മക്കറിയില്ല. ഓർമ്മ വരുന്നതേ ഞമ്മക്ക് പൊടിയാടൊന്ന്. പണ്ട് ചെങ്ങായി പറയുന്ന കേട്ട നിങ്ങള്, എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്ന് പെരയെ കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ അടുത്ത് കൊടുത്ത്, എന്താ മൂപ്പരേത് എന്ന് വെച്ചു പെണ്ണുങ്ങളെ. അപ്പൊ മൂപ്പര് പറഞ്ഞു കോമു മീനാന്ന് പറഞ്ഞ് ഞാൻ 4 ഉറുപ്പ്യക്ക് വാങ്ങി. നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞ ഞങ്ങളെ മലപ്പുറം ഭാഷയാണ് എന്ന് പറഞ്ഞാല് സാധനം എന്തോന്ന് കണ്ടിട്ട് ഇത് എന്താന്ന് തന്നെ തിരിയണില്ല ആർക്ക്? പെണ്ണുങ്ങൾക്ക്. അപ്പൊ പുലിയാപ്പളിനോട് ചോദിക്കാം എന്താ സാധനം. അപ്പൊ മൂപ്പർക്കും അറിയില്ല. മൂപ്പര് പറഞ്ഞെന്താ, എന്റെ കൂടെ എന്റെ ഒരു ചെങ്ങായിണ്ട് കോമു എന്നാവും എന്റെ പേര്. കോമു പറഞ്ഞത് മീനാണ് എന്ന്. ഞാൻ 4 ഉറുപ്പ്യ കൊടുത്തിട്ട് അത് വാങ്ങിയതാണ്, ബാക്കിയുള്ള അവസാനം എന്നോട് ചോദിക്കണ്ട. മറ്റൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, ഞാൻ കൊത്തിരുന്നു. പറ്റൂല പറഞ്ഞു. മനസ്സിലായില്ലേ? അത് ഒരാൾ ചൊല്ലിയാലും പറ്റൂല, 25 ആള് ചൊല്ലിയാലും പറ്റൂല. മറ്റൊരു സുബ്ഹാനല്ലാഹ് ഇല്ലേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. മറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. എങ്ങനെ ആ ഓർമ്മ വരാൻ കാരണം അയാൾ സുബ്ഹാനല്ലാഹ് ഈ പറഞ്ഞ മൗമൂമ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയപ്പോ ഇമാമാവുന്ന നിങ്ങൾക്ക് ബോധ്യം വന്നു, ഞാൻ നിസ്കരിച്ചത് 4 തന്നെ കഴിഞ്ഞാണ്, 5-ാമത്തേക്ക് എഴുന്നേറ്റതാണ്. നിങ്ങളെ മനസ്സിൽ ഓർമ്മ വന്നാൽ ഉടനെ ഇരുന്നോളി. അത് ഒരാൾ ചൊല്ലിയാലും ഇരിക്കാം. ആ ഓർമ്മ നിങ്ങളെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ 25 ആള് ചൊല്ലിയാലും ഇരിക്കാൻ പറ്റൂല. അതാ പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങളെ മനസ്സിൽ ഓർമ്മ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നിങ്ങളെ മനസ്സിന് ബോധ്യം വരണം, ഞാൻ ഇപ്പോൾ നിസ്കരിക്കുന്നത് അധികരിച്ചതാണ്, എണ്ണം കഴിഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നായിരിക്കുക. നിങ്ങൾക്ക് ഓർമ്മ വരാതെ മറ്റൊരു ചെല്ലിയയിൽ നിങ്ങൾ നിൽക്കാൻ പറ്റൂല. ഓക്കെ? കോമു മീനാന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങാൻ പറ്റില്ല, നിങ്ങൾക്ക് തിരിയണം മീനാണ്. അത് കോമു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞാലും വേണ്ടില്ല. എന്നാ നിങ്ങൾ പറഞ്ഞാലേ മീനാണ്. ഇങ്ങനെ ഉണ്ടേക്കും മീന് അങ്ങനെ പറയാം. അല്ല, കോമു മീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 ഉറുപ്പ്യക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ പറ്റൂല. നിങ്ങൾക്ക് ശക്ക് തീരണം. നിങ്ങൾക്ക് എങ്ങനെ ശക്ക് തീർന്നത് നമുക്കറിയില്ല. നിങ്ങൾക്ക് ശക്ക് തീരാതെ മറ്റൊരു പറഞ്ഞതിന്റെ പേരിൽ മാറാൻ പറ്റൂല. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ സംശയം, സുജൂദില് വിരലിന്റെ പള്ള വെക്കൽ നിർബന്ധമാണ്. പക്ഷെ അങ്ങനെ വെക്കാതെ നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്നാൽ നിസ്കാരം ശരിയാവുമോ എന്നാണ്. അങ്ങനെ ഓക്കെ. അസ്സലാമു അലൈക്കും. അമ്മയ്ക്കോട്ട്. മൈക്ക് അല്ലാതെ കട്ട് വരുന്നുണ്ടല്ലോ ഹബീബേ, പൂർണ്ണമാണില്ല ശബ്ദേ. ഇടക്കിടക്ക് വല്ലാതെ കട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, മുഴുവൻ കേൾക്കണില്ല. കാലിന്റെ വിരലുകളുടെ പള്ളയിൽ നിന്ന് അല്പം വെക്കൽ വുജൂബാണ്. അത് എല്ലാ കാലിന്റെയും വിരലുകളുടെ പള്ളകളിൽ നിന്ന് അല്പമെങ്കിലും വെക്കണം. ഓരോ വിരലിന്റെ പള്ള വെച്ചാലും ഫർള് വിടും. തീരെ വെക്കാതെ കുത്തി വെച്ചിട്ടുള്ളൂ, വിരലിന്റെ തുഞ്ചം മാത്രം ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് സുജൂദ് സഹിയാവുകയില്ല. നിങ്ങളെ ചോദ്യം മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇടക്ക് കട്ട് വന്നിരുന്നു. നിങ്ങളെ ചോദ്യം അത് തന്നെയാണെങ്കിൽ മറുപടി അങ്ങനെ. ഓക്കെ. പിന്നെ ഒരു നിസ്കരിക്കുമ്പോ റുക്കോഴ്
ചെയ്യാതെ പെട്ടെന്ന് മറന്നിട്ട് സുജൂദിക്ക് അങ്ങോട്ട് പോയി. സുജൂദ് കഴിഞ്ഞു, ഇനിയിപ്പോ തുടർന്ന് അങ്ങനെ നിസ്കരിച്ചാൽ മതി, അത് വന്ന് റുക്കൂ ചെയ്ത് പിന്നെ വീണ്ടും സുജൂദ് ചെയ്യുകയാണോ വേണ്ടതെന്ന് പറഞ്ഞെന്ന നന്നായിരുന്നു. വൈക്കോട്ട് സുജൂദ് റുക്കൂ മറന്നുകാണ്ട് സുജൂദക്ക് പോയി. സുജൂദ് എത്തിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഓർമ്മ വന്നോ? ഒന്നാമത്തെ സുജൂദിൽ ഓർമ്മ വന്നു, അല്ലെങ്കിൽ ഇടയിലിരുത്തത്തിൽ ഓർമ്മ വന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ സുജൂദിൽ ഓർമ്മ വന്നു. എപ്പോഴാണോ ഓർമ്മ വന്നതെങ്കിൽ ഓർമ്മ വന്ന ഉടനെ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി റുക്കൂ ചെയ്ത് ഇഅ്തിദാൽ ചെയ്ത് രണ്ടാമത് സുജൂദിലേക്ക് വരണം. സഹ്വിന്റെ സുജൂദും ചെയ്യണം. അതേ സമയത്ത് റുക്കൂ ഒഴിവാക്കിയ കാര്യം ഒന്നാമത്തെ സുജൂദ് ചെയ്തപ്പോഴും ഓർമ്മയില്ല, ഇടയിലിരുന്നിരുന്നപ്പോഴും ഓർമ്മയില്ല, രണ്ടാമത്തെ സുജൂദിലും ഓർമ്മയില്ല, അടുത്ത റക്അത്തിലെ നൃത്തത്തിലാണ് ഓർമ്മ വന്നത്. എന്നാ ഓർമ്മ വന്നാ ഉടനെ റുക്കൂ ചെയ്യണം. ഇനി നൃത്തത്തിലും ഓർമ്മ വന്നില്ല, അടുത്ത റക്അത്തിലെ റുക്കൂയിലാണ് ഓർമ്മ വന്നത്, എന്നാ പിന്നെ ഇനി എവിടേക്കും പോകണ്ട, റുക്കൂ ചെയ്യ. ഒരു റക്അത്ത് അവന് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവസാനം പിന്നെ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുക, അങ്ങനെ വേണ്ട. അപ്പൊ പിറ്റത്തെ റക്അത്തിലെ റുക്കൂ എത്തുന്നതിന് മുമ്പ് എപ്പോ ഓർമ്മ വന്നാലും ആ ഓർമ്മ വന്നോടത്തുനിന്ന് നേരെ ബാക്കിൽ നൃത്തത്തിലേക്ക് വന്ന് റുക്കൂ പോവുക, ഇഅ്തിദാൽ ചെയ്യുക, പിന്നെ സുജൂദ് ചെയ്യുക, പിന്നെ ഇടയിലിരിക്കുക, പിന്നെ രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. അതേ സമയത്ത് അപ്പോഴൊന്നും ഓർമ്മ വന്നില്ല, പിറ്റേത്തെ റക്അത്തിൽ റുക്കൂയിൽ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ റക്അത്തിൽ റുക്കൂ ചെയ്യാതെ നേരെ സുജൂദ്, എന്നാ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല. ഇപ്പോഴത്തെ റുക്കൂ കൊണ്ട് ഫസ്റ്റ് റക്അത്തിൽ റുക്കൂ എണ്ണപ്പെടും. ഇനി റുക്കൂ ഇഅ്തിദാൽ പോയി, സുജൂദ് കഴിഞ്ഞു, ഇടയിലിരുത്തും കഴിഞ്ഞു, ഇപ്പൊ ഒരു റക്അത്തേ എണ്ണുള്ളൂ. ഇത് രണ്ടാമത്തെ റക്അത്താണെന്നുള്ള കത്തയ്യാത്തിരിക്കാൻ പറ്റൂല, ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ റുക്കൂ ഒഴിവാക്കി അടുത്ത റക്അത്തിൽ റുക്കൂ വരെ ചെയ്തത് ഒന്നും എണ്ണപ്പെടാതെ പോകും. അപ്പൊ പിറ്റത്തെ റക്അത്തിൽ റുക്കൂ ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ ആ റുക്കൂ ഒന്നാമത്തെ റക്അത്തിൽ റുക്കൂ ആയി വരും, ബാക്കിയുള്ളതൊക്കെ തള്ളപ്പെട്ടു പോകും. അവസാനം ഒരു റക്അത്ത്. ഈ ഇടക്ക് ഈ റക്അത്തിൽ റുക്കൂ എത്തുന്നതിന് മുമ്പ് എപ്പോ ഓർമ്മ വന്നാലും, ഏതുവരെ തൊട്ട് മുമ്പുള്ള നൃത്തത്തിലാണ് ഓർമ്മ വന്നെങ്കിൽ അവിടെ ബാക്കി ഓതി തീർക്കാൻ പറ്റൂല. ഓർമ്മ വന്ന ഉടനെ റുക്കൂ ചെയ്യുക, എന്നിട്ട് ഇഅ്തിദാൽ ചെയ്യുക, പിന്നെ സുജൂദ് ചെയ്യുക, ഇടയിലിരിക്കുക, രണ്ടാം സുജൂദ് ചെയ്യുക, എന്നിട്ട് നൃത്തത്തിലേക്ക് വരും. അപ്പോ ഒഴിവാക്കിയ ഫർള്, മറന്ന് നഷ്ടപ്പെട്ട ഫർളിന്റെ തുല്യമായത് അടുത്ത റക്അത്തിൽ എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ ആ ഓർമ്മ വന്നോടത്ത് തിരിച്ചു വന്ന് ആ ഫർള് ചെയ്ത് ബാക്കി തർത്തീബായി പോകണം. അടുത്ത റക്അത്തിൽ അത് എത്തുന്നത് വരെ ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആ റക്അത്ത് എണ്ണപ്പെടുകയും ഇടയ്ക്കുള്ളതൊക്കെ എണ്ണപ്പെടാതെ പോവുകയും അതുകൊണ്ട് അവസാനത്തിൽ ഒരു റക്അത്ത് നിസ്കരിക്കുകയും വേണം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദേ, എനിക്ക് ഉള്ള സംശയം, ഇപ്പോ മരണപ്പെട്ട് വീട്ടില് സ്ത്രീകളും മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റിയിട്ട് ഉള്ളൊരു സംശയമാണ്. അപ്പൊ അതിന്റെ വിധിയെ പറ്റി, ഇപ്പോ അത് സുന്നത്തായി പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞു നിർത്താറാണ്. അപ്പോ അതിനെ പറ്റി ഒന്ന് കൂടുതലായിട്ട് അറിയാൻ, വലിയ വലിയ പണ്ഡിതന്മാരുടെ ഒക്കെ വീട്ടിൽ വരെ അങ്ങനെ സ്ത്രീകൾക്കുള്ള മയ്യത്ത് നിസ്കാരം നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അറിയാനാണ് താല്പര്യം. ഒരാളൊരു ചോദ്യം ചോദിച്ചാലേ അതിന് മറുപടി പറയാൻ സാവകാശം തരാതെ വേറൊരാള് മൈക്കിൽ വരുന്നത് നമ്മളെ നിളാമിനെതിരാണ്. അയാളത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെങ്കിൽ ഈ അഡ്മിന്മാരൊക്കെ എന്താ ഈ ഇങ്ങനെ ഉറക്കത്ത് കണ്ടുത്തരിക്കുകയാണോ, എന്താ കാട്ടുന്ന അള്ളാഹു റസൂൽ, അതോ ആരും ഇല്ലേ, അതും അറിയില്ല. അഡ്മിന്മാര് എന്ന് പറഞ്ഞിട്ട് കുറെ മോമിനീങ്ങൾ ഉണ്ടല്ലോ, സേവകന്മാര്, അവരൊക്കെ എവിടെയുള്ളത്? എനിക്ക് ഈ ഡോട്ടിടുന്ന പണി അറിയില്ല, ഞാൻ അതിമക്ക് ചിന്തിക്കലുമില്ല. ഒരാള് ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് മറുപടി പറയുന്നതിന്റെ ഇടക്ക് ചിലപ്പോൾ അബദ്ധത്തിൽ വന്നതായിരിക്കാം, ചിലര് നമ്മളുടെ നിതാം അറിയാതെ പെട്ടെന്ന് ചാടിയതായിരിക്കാം. അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന അഡ്മിന്മാര് എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. എന്തോ ഒരു നിർജീവത പലപ്പോഴും ഉണ്ട്.
അഡ്മിന്മാരുടെ ഇടയിൽ നിർജീവാവസ്ഥ ഉണ്ട്. അത് പോരാ. ഇതിങ്ങനെ നടക്കണമെങ്കിൽ നടക്കും പോലെ നടന്നോട്ടെ എന്ന് വിചാരിച്ചാ പോരാ. അഡ്മിന്മാര് ചിലപ്പോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കഴിയൂലെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ തന്നെയെങ്കിലും ശ്രദ്ധിക്കാതിരുന്നാല് ഇതിങ്ങനെ ഒരു പൂരപ്പറമ്പാവൂല. പിന്നെ അത് പാടില്ലല്ലോ, ഒരു പൂരപ്പറമ്പാക്കി ഇടാൻ പാടില്ല. അതൊരു വലിയ കാര്യമായ ഒരു ദീനീ ദഅവത്തുമായി ബന്ധപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയാണല്ലോ. അപ്പൊ അതിന്റെ മസൂലിങ്ങളായ ആളുകൾ അള്ളാന്റെ കൂലി അങ്ങക്ക് ആരും ശമ്പളം തന്നെ എന്നുള്ളതൊക്കെ റെഡിയാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യം അഡ്മിന്മാര് ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇങ്ങനെ ഉറക്കത്ത് കണ്ട് കുത്തിരുന്നാ പോരാ, കുറച്ചൊന്ന് ശ്രദ്ധിക്കാഞ്ഞാൽ സംഗതി പുടുത്തം വിട്ടു പോകും എന്ന് ഉണർത്തുക. മനസ്സിലായില്ലേ? ആദ്യം ചോദിച്ച ആളുടെ ശബ്ദത്തിന് കുറച്ചൊരു കുറവുണ്ടായിരുന്നു. തന്നെയല്ല അദ്ദേഹത്തിന്റെ ചോദ്യം ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ടതല്ല താനും. നമ്മളിപ്പോ ഇവിടെ ഫിഖ്ഹിന്റെ വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിഖ് അല്ലാത്ത മറ്റു വിഷയങ്ങൾ കാര്യമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാറില്ല. അതിനൊക്കെ വേറെ വേദികളുണ്ട്. ശൈത്താൻ രോഗം പിടിപെട്ട ഒരാള് ചികിത്സിക്കുന്ന തങ്ങന്മാരുടെ അടുത്ത് പോലുണ്ടത് പറ്റുമോന്ന് ചോദിച്ച്, മനസ്സിലായില്ലേ? അപ്പൊ ശൈത്താൻ രോഗമാണ് പിടിപെട്ടത് എന്ന് ഇവർക്ക് ഈ ആൾക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ അതിന് എന്ത് ചികിത്സയാണ് ചെയ്യേണ്ടതെന്ന് ദീനിയായിട്ട് അറിവുള്ള ആളെങ്കിലും സമീപിച്ചിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ ശറഈയായ പരിധി ലംഘിക്കാതെ ചികിത്സ ചെയ്യുന്ന ആളുകളെ സമീപിച്ച് ചികിത്സ ചെയ്യിക്കുക. അത് തങ്ങളായാലും വേണ്ടിയില്ല, മോചാരായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല. ശറഈന്റെ നിയമങ്ങളുടെ പരിധി ലംഘിക്കാതെ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഖുർആനു ശരീഫ്, തിരുസുന്നത്തുകളിൽ വന്ന ചില ദിക്റുകള്, ദുആകള്, മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങളായ മുൻഗാമികൾ പഠിപ്പിച്ച ചില നിയമപരമായ ചികിത്സാരീതികൾ, ഈ നിലക്കൊക്കെ ചികിത്സിക്കുന്ന പടച്ചോനെ പേടിയുള്ള തഖ്വയുള്ള ആളുകളെ സമീപിച്ച് അതിന് ചികിത്സ തേടാവുന്നതാണ്. തങ്ങളാണ് അല്ലെങ്കിൽ മോല്യാരാണ് എന്ന് കരുതിയിട്ട് എല്ലാരെയും സമീപിക്കാൻ പറ്റൂല. ചില ആളുകൾ പൈസ കിട്ടിയാൽ എന്തും ചെയ്യും. വേറെ ചില ആളുകൾ കുറച്ചൊക്കെ ചികിത്സിച്ചിട്ട് നമ്മളോട് കഴിയൂല, നിങ്ങൾ ആ നമ്പൂരിന്റെ അടുത്തൊന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ആ പണിക്കരുടെ അടുത്തൊന്ന് പോയി നോക്കി, അല്ലെങ്കിൽ ആ പാണന്റെ അടുത്തൊന്ന് പോയി നോക്കി എന്ന് പറഞ്ഞിട്ട് പണിക്കരുടെ അടുത്തേക്കും നമ്പൂതിരിന്റെ അടുത്തേക്കും പാണന്റെ അടുത്തേക്കും പൂജ ചെയ്യിക്കാനും ശിർക്കും കുഫറും ചെയ്യിക്കാനും വേണ്ടി പറഞ്ഞയക്കുന്ന ചില കള്ളന്മാരുണ്ട്. ആ കള്ളന്മാര് മോചാരായാലും അല്ലെങ്കിലും അത്തരക്കാരെ സമീപിക്കാൻ പാടുള്ളതല്ല. ഇസ്ലാം ഒന്ന് പുറത്തുപോയി കാഫറാകാൻ സഹായിക്കുന്നവരാണ്. അവരാദ്യം തന്നെ കാഫറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കാഫറാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ശറഈന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന ആള് ചെയ്യുന്ന ചികിത്സ ഇസ്ലാം ശരീഅത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആളുകളെ സമീപിച്ച് ചികിത്സിക്കാവുന്നതാണ്. അത് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നവരുണ്ട്, ദിക്ർ ദുആകളെ കൊണ്ട് ചികിത്സിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലോ സുന്നത്തിലോ അല്ലെങ്കിൽ മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങളോ പഠിപ്പിച്ച ദിക്ർ ദുആ ചികിത്സകളെ കൊണ്ടൊക്കെ ചികിത്സിക്കലുണ്ട്. ഒക്കെ പറ്റും. ഒന്ന് രണ്ട് ചെയ്തിട്ട് നിങ്ങൾ നമ്പൂരിന്റെ അടുത്തേക്ക് പോയിക്കോളി, അല്ലെങ്കിൽ പണിക്കരുടെ അടുത്ത് പോയിക്കോളി, അല്ലെങ്കിൽ പാണന്റെ അടുത്തേക്ക് പോയിക്കോളി എന്ന് പറയുന്നവരെ വിശ്വസിക്കാൻ പാടില്ല. അവർ സ്വയം കാഫറായിരിക്കുന്നു, മറ്റുള്ളവരെ കാഫറാക്കുകയാണ് എന്ന് മനസ്സിലാവും. എന്താ? ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോമിനികളെ പറഞ്ഞയക്കുന്നവൻ അവൻ കുഫ്രിയത്ത് കൊണ്ട് ഇഷ്ടപ്പെടല്ലേ? കുഫ്രി കൊണ്ട് ഇഷ്ടം ഇസ്ലാം എന്ന് പുറത്തു പോകൂലേ? പിന്നെ ഓനെ മോചാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്ലാം ശരീഅത്ത് ചികിത്സിക്കാനാണെങ്കിലും അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിന്റെ അപ്പുറം പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ പോയ സുഖാറുല്ലോ ഉസ്താദേന്ന് എല്ലാ സൂക്കോടും മാറ്റാൻ അള്ളാഹു ഏറ്റിട്ടില്ല. അള്ളാഹു വേണ്ടി വെച്ചതേ മാറുള്ളൂ. ശറഈന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചികിത്സിക്കുക. ശറഈന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചികിത്സിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അള്ളാഹുത്തആല അയാളുടെ പരലോകത്തെ ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം കൊടുത്തതാണെന്ന് മനസ്സിലാക്കി അത് ക്ഷമിക്കുക. അത് സ്വർഗം കിട്ടാൻ കാരണമാവും. നേരെ മറിച്ച് ഷിർക്കിനും കുഫറിനും പോയി കാഫിരീങ്ങളെയും മുശ്രിക്കീങ്ങളെയും സമീപിച്ച് കണ്ട പൂജാകർമ്മങ്ങളും ഷിർക്കിന്റെ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് രോഗം മാറിയാൽ
ആഖിറം നഷ്ടപ്പെട്ട് കാഫറായി ചത്തുപോകും. പിന്നെ സൂക്കേട് മാറിയോണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയുള്ള പടച്ചോനെ പേടിയുള്ള ഖുർആനിലും സുന്നത്തിലും സലഫു സ്വാലിഹീങ്ങളുടെ ചര്യയിലും മാതൃകയുള്ള ഇസ്ലാം അനുവദിച്ച ഹലാലായ ചികിത്സ അത്തരക്കാരായ ആളുകളെ സമീപിച്ച് ചെയ്യാവുന്നതാണ്. അല്ലാത്ത ശിർക്കിന്റെയോ കുഫ്രിയത്തിന്റെയോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചികിത്സ ചെയ്യാനോ അത്തരക്കാരെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ആളുകളെ അടുത്ത് ചികിത്സ തേടി പോകാനോ പാടുള്ളതല്ല. കേൾക്കുന്നുണ്ടല്ലോ അതായത് നിസ്കാരം നമ്മൾ കൈകെട്ടി കഴിഞ്ഞാല് പിന്നെ നമ്മളത് തൊപ്പി കീശയിലുണ്ട് നമുക്ക് ഓർമ്മ വന്നു. അപ്പൊ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം അനങ്ങാത്ത രൂപത്തിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നതാണ്. അസ്സലാമു അലൈക്കും. തെറ്റില്ല, പക്ഷേ നല്ലതല്ല. തുടർച്ചയായി 3 അനക്കം വന്നാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. തുടർച്ചയായ 3 അനക്കം വരാതെ തന്നെ ചെയ്യുമ്പോൾ ബാഹ്യമായ ഖുശൂഇന് ഭംഗം വരുന്നത് കൊണ്ട് അത് കറാഹത്ത് വരും എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഫത്ഹുൽ മീനിൽ തന്നെ വന്നു. അതായത് തലയിൽ വെച്ചിരുന്ന തൊപ്പിയോ തലപ്പാവോ നിസ്കാരത്തിനിടയിൽ താഴെ വീണു പോയാൽ രണ്ടാമത് അത് എടുത്തു വെക്കുന്നത് കറാഹത്ത് വരും. കാരണം എന്താണ്? പ്രവർത്തികൾ ബാത്തിലാകാത്ത പ്രവൃത്തി വരുന്നത് തന്നെ ബാഹ്യമായ ഖുശൂഇനെതിര് വരുന്നത് കൊണ്ട് അത് നല്ലതല്ല, കറാഹത്ത് വരും. എന്നാ ഒരാൾ അങ്ങനെ ചെയ്താൽ ഹറാമില്ല, നിസ്കാരം ബാത്തിലാവില്ല. തുടർച്ചയായ 3 അനക്കം വരാതെയാണെങ്കിൽ എങ്കിൽ പോലും അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അസ്സലാമു അലൈക്കും. ഒരു സംശയം ഉസ്താദേ. ഇപ്പോ മിഷ്കാത്തിൽ ഒരു ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തില് വാൽക്കണ്ണിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോ അങ്ങനിട്ട് നോക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് അങ്ങനെ നമ്മൾ നോക്കല് കറാഹത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയത് അത് കറാഹത്തായി പരിഗണിക്കോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ മുഴുവൻ മനസ്സിലാകാത്തത് കൊണ്ട് പറ്റിയ ഒരു ചെറിയ അബദ്ധാണ് സുഹൃത്തിന്. കറാഹത്താണെന്ന് പറഞ്ഞത് ആവശ്യമില്ലാതെ നോക്കൽ കറാഹത്താണ് എന്നാ പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ നോക്കൽ മുബാഹാണ് എന്നും പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടില്ല, അതാണ് പൗതിയെ കേട്ടുള്ളൂ. കറാഹത്ത് എന്ന് പറഞ്ഞത് ആവശ്യം കൂടാതെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ മുഖം കൊണ്ട് ഇൽത്തിഫാത്ത് തിരിഞ്ഞു നോക്കൽ കറാഹത്താവും. മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ കറാഹത്താവും. കണ്ണുകൊണ്ട് തിരിഞ്ഞു നോക്കൽ, കണ്ണുകൊണ്ട് മാത്രം രഹാൾ കൊണ്ട് മാത്രം നോക്കൽ മുബാഹാണ് എന്നും പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുകൊണ്ടല്ല മുഖം കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നു. അതിന് കാരണ സഹിതം ആ ഹദീസ് നാളെ നമ്മളിവിടെ വിശദീകരിച്ചു. അത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാ. ഒരു യാത്രാവേളയിൽ, യുദ്ധം കഴിഞ്ഞുള്ള യാത്രാവേളയിൽ ശത്രുവിന്റെ ഭീഷണിയുള്ള ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ക്യാമ്പ് ചെയ്തപ്പോൾ ഒരു സ്വഹാബിയെ രാത്രി പാറാവിന് വേണ്ടി ഏൽപ്പിച്ച് തൊട്ടടുത്തുള്ള ഒരു കുന്നിൽ നിർത്തിയിരുന്നു. സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഭാഗത്തേക്ക് കൂടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കിയിരുന്നു. ആ ഹദീസ് വെച്ചുകൊണ്ട് നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ഹാജത്തുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ തിരിഞ്ഞു നോക്കൽ ഹലാലാണ്, ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തിരിഞ്ഞു നോക്കി വളരെ അടിയന്തരമായ ആവശ്യമുള്ളത് കൊണ്ടാണ് അത് ഹലാലാണ്, അത് കറാഹത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കറാഹത്ത് വരൂലട്ടാ. വിരോധിക്കപ്പെട്ട കാര്യം എന്നാണല്ലോ കറാഹത്തിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയല്ല, സൂക്ഷ്മമായി പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തികളെല്ലാം ഫർളാണ് എന്ന് കാണാം. സുന്നത്ത് പോലും അവിടുത്തെ ജീവിതത്തിൽ കാണാറില്ല, ഫർള. എന്താ കാരണം എന്ന് വെച്ചാല് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തങ്ങളിലേക്ക് വഹി അറിയിക്കാൻ കാരണം ജനങ്ങൾക്ക്
അവരിലേക്ക് ഇറക്കപ്പെട്ട ദീനിന്റെ വിധിവിലക്കുകൾ അവിടെ നിന്ന് ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലാലായ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹലാലാണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദ് വേറെ സംശയം. ഇപ്പോ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാന്നില്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു ടൗൺ പള്ളിയിൽ നിസ്കരിക്കുന്നതിനെത്തി, നമുക്ക് ഏറ്റവും പെട്ടെന്നുള്ള യാത്രക്കുള്ള ബസ് പോകേണ്ട സമയമായി. അപ്പൊ നമ്മൾ ആകെ ഒരു ഇതിലുള്ള സമയത്തിലേക്കാണ്. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ ഇങ്ങനെ സമയമായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണിട്ടിട്ട് ക്ലോക്കിലേക്ക് നോക്കാൻ പറ്റുമോ സമയമായോ? കാരണം നമ്മളെ നിസ്കാരം ഇങ്ങനെ ആക്കുമ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ബസ് പോകും. ബസ് പോയി കഴിഞ്ഞാൽ നമ്മളെ യാത്രയിൽ വേറെയും കുറെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അടുത്ത ബസ് അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ ഇപ്പൊ നിസ്കാരത്തിൽ ക്ലോക്കിലേക്ക് ഇതുപോലെ ആവശ്യത്തിന് വേണ്ടി നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് സുഹൃത്തെ മറ്റൊരു ചോദ്യമല്ല, അപ്പറഞ്ഞ തന്നെ പെട്ട്. ഹലാലായ ആവശ്യത്തിന് വേണ്ടി നോക്കാൻ, ഹലാലായ ആവശ്യമാണല്ലോ ഒരു യാത്ര. തനിക്ക് നിശ്ചിത സമയത്ത് വരുന്ന ബസ്സിന് സമയം ആയോ എന്നറിയാൻ വേണ്ടി സമയം കാണിക്കുന്ന ക്ലോക്കുകളെ നോക്കുന്നു, അത് മുബാഹാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ചൊർക്കിന് വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി അത് പാടില്ല എന്നാ പറയുന്നത്. കാരണം എന്താ, നിസ്കാരത്തിൽ തന്റെ കണ്ണിൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് ഉറപ്പിച്ചു നിർത്തി അവിടത്തേക്ക് മാത്രം നോക്കൽ സുന്നത്താണ്. മറിച്ചാവുമ്പോ ആ സുന്നത്തിനെതിരെ കറാത്ത് വരും. പക്ഷേ അതൊരു ഹലാലായ ആവശ്യത്തിന് വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ അത് മുബാഹാണ്, കറാത്ത് വരൂല. അപ്പൊ അങ്ങനെയാണല്ലോ ഉസ്താദേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു സംശയം. മൈക്ക് പോയല്ലോ. ബൈരക്സിന് എന്തോ ഒരു ചെറിയ കളിയുണ്ട്, ഇങ്ങനെ പോയും വന്നും നിൽക്കുന്നുണ്ട്. മൈക്ക് എടുത്തോളി, ആ മൈക്ക് പോയതാണ്. ചെറുതായിട്ട് കട്ടുണ്ട്. ആരാ മൈക്ക് എടുത്തിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് മുകളിലുണ്ടായിരുന്നു, ഞാൻ തന്നെ എടുക്കാനുള്ളതെന്ന് കരുതുന്നു. ഒന്ന് പോയി വന്നു. വേറെ ഒരു പാഠഭാഗങ്ങളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് വേറെ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യമാണ് നമ്മൾ ഈ കുറി ഉണ്ടല്ലോ. ഇപ്പൊ ഒരു വിളിക്കുറി താത്തി വിളിക്കുന്നത്, അത് ഹറാമിൽ പെടുമെന്നാണ് അറിവുള്ള ഒരാളോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോ അതെങ്ങനെ ഹറാമാകുക? ഇപ്പോ 1 ലക്ഷം രൂപയുടെ കുറിയാണെങ്കിൽ പിന്നെ 90,000 നീ തന്നെയല്ലേ വിളിക്കണം. അപ്പൊ 10,000 നീ പിന്നെ മനഃപൂർവ്വം വിട്ടുകൊടുത്തതല്ലേ, അല്ലാതെ അവര് പിന്നെ ചൂഷണം ചെയ്തതൊന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ എന്ത് ചെയ്യണം, ആ കുറി താത്തി വിളിക്കുക. അവരുടെ ബുദ്ധിമുട്ടുണ്ടായോണ്ടൊരു ഹറാമ് വരും. അതെങ്ങനെയാണ് ഹറാമ് ആവൂലെന്നൊരാൾ പറഞ്ഞു. അപ്പൊ ഒന്ന് കൂടുതലായി അറിഞ്ഞാൽ നന്നായിരുന്നു. മൈക്കോട്ട്. അതൊക്കെ ഹറാമിനെ സഹായിക്കുന്ന സഹായികളായിരിക്കും ആ പറയുന്നതൊക്കെ. പൈസക്ക് പൈസ വിൽക്കാനുള്ള പൈസ വിൽക്കുമ്പോ മസലാണ്ടേ, തുല്യത്തിന് തുല്യാകണ്ടേ. പിന്നെന്താ പലിശ വരൂലെന്ന് അറിയണത്? 1000 കൊടുത്തിട്ട് 1100 വാങ്ങൽ പലിശ ആയതുപോലെ 1 ലക്ഷം കൊടുത്തിട്ട് 90,000 വാങ്ങലും പലിശ തന്നെയാണ്. അത് ഹലാലാക്കാനൊന്നും വകുപ്പില്ല. ഹലാലായ കുറി എന്ന് പറയുന്ന സാധാരണ നറുക്കെടുത്തുള്ള കുറി മാത്രം എന്നല്ല, അത് ഹലാലെന്നല്ല. അത് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ സുന്നത്തായ താവൂനിൽപ്പെട്ടതാണ്. പണ്ട് നടന്നിരുന്ന കുറിക്കല്യാണം, അതുപോലെ തന്നെ നറുക്കെടുത്തുകൊണ്ട് അതാത് നറുക്ക് കിട്ടുന്ന ആളുകൾക്ക് കാശ് നികത്തി കൊടുക്കുന്ന കുറി, അത് സുന്നത്താ. കാരണം പരസ്പര സഹകരണമാണ് അതിനുള്ളത്. അതേ സമയത്ത് ഈ ലേലക്കുറി എന്ന് പറയുന്ന സംഖ്യക്ക് വില കുറച്ചുകൊണ്ട്
വലിയ സംഖ്യ ചെറിയ സംഖ്യക്ക് വില കുറച്ചു കൊണ്ട് വിൽക്കുന്ന അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അത് ചോദ്യം കഴിഞ്ഞതാണോ, ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണോ, മൈക്ക് വിട്ടാണോ, ആർക്കെങ്കിലും അറിയോ ഉസ്താദ്? ഇല്ലല്ലേ? എന്നാലും ഞാൻ ഉസ്താദിനെ വേണ്ടിയിട്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് വേണ്ടിയിട്ട് തന്നെ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്ക് എടുക്കും. ബൈലക്സിൽ എന്തോ കട്ട് കൂടെ വന്നുകൊണ്ടിരിക്കട്ടെ. ഞാനത് മുഴുവനായിട്ട് മറുപടി പറഞ്ഞു വിട്ടത് തന്നെയാണ്. നിങ്ങൾ എവിടെ വരെ കേട്ടു എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒറ്റ വാക്കിൽ രണ്ടാമതോടും പറയാ, ശരിക്ക് ലേലക്കുറി നടക്കുന്നത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യക്ക് വിൽക്കുക എന്ന് പറയുന്ന പണത്തിന് പണം വിൽക്കുകയും അതിൽ ഏറ്റക്കുറവ് വരികയും ചെയ്യുക എന്ന് പറയുന്ന ശുദ്ധ പലിശയാണ്. അത് ഹറാമാണെന്ന കാര്യത്തിൽ സംശയിക്കാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ കൊണ്ട് പലിശയാണെന്ന് ഉറപ്പുള്ളതിൽപ്പെട്ടതാണ് വലിയ സംഖ്യയെ ചെറിയ സംഖ്യക്ക് വിൽക്കുക എന്ന് പറയുന്ന പലിശ. ജിബൽ ഫضല് എന്നാണ് അതിന് പറയാ. സാധാരണ നമ്മൾ മേലെ കൊടുക്കണ 1,00,000 ഉറുപ്യ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ട് അതിന് 1,10,000 കൊടുക്കൽ പലിശ ആയതുപോലെ തന്നെ 1,00,000 രൂപ വിറ്റിട്ട് 90,000 വാങ്ങുക എന്ന് പറയുന്നതും പലിശയാവുന്നു. ഏറെ വാങ്ങൽ മാത്രമല്ല പലിശ, ഏറെ കൊടുത്തിട്ട് കുറഞ്ഞ് വാങ്ങലും പലിശ തന്നെ. പൈസ വിൽക്കുകയാണ്. ഇഞ്ഞും കട്ടുണ്ടെങ്കിൽ പിന്നെ ഇഞ്ഞ് നിർത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞ് പൂർത്തിയായതിനു ശേഷം ഞാൻ വിട്ടതാണ്. അതിന്റെ ഇടക്ക് കേൾവിക്കാർക്ക് പലപ്പോഴും കട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ മൈക്ക് വിട്ടു. ഇപ്പൊ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ ഉണ്ടോ? എനിക്കുണ്ടായി പറഞ്ഞൊരു കട്ട്. ഓക്കെ. ഞാൻ ചെറിയ സംശയം, അഥവാ ഈ ഒരു മദ്ഹബിലേക്ക് നമ്മൾ ചില വിഷയത്തിൽ മാറുന്നുണ്ടെങ്കിൽ, അഥവാ ചുരുക്കാരത്തിന്റെ സർത്ത് ഫർദ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാലേ മാറാൻ പറ്റുമോ, അല്ലാതെ അറിയാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് സംശയം. വിടുന്നു. അസ്സലാമു അലൈക്കും. മദ്ഹബ് മാറണമെങ്കിൽ നമ്മൾ ഏത് വിഷയത്തിലാണ് മാറുന്നതെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ മാറാൻ പോകുന്ന ആ മദ്ഹബിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നമുക്കറിയണം. എല്ലാവരെയും ഉദാഹരണം പറയാ, നമ്മളൊരു ഷാഫി മദ്ഹബ് വിട്ടിട്ട് ഒരു നിസ്കാരത്തിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഹനഫി മദ്ഹബ് സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ ആ നിസ്കാരത്തിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരത്തിന്റെ ഷർത്ത് ഏതാണ്, ഫർള് ഏതാണ്, ബാത്തിലാവുന്ന കാര്യം ഏതാണ്, ചുരുങ്ങിയത് അതെങ്കിലും മനസ്സിലാവണം. സുന്നത്തും ആദാബും ഒക്കെ മനസ്സിലായാൽ നല്ലതാണ്. അതറിയാതിരുന്നാൽ എങ്ങനെ ആ മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരം സഹീഹായി എന്ന് ഞമ്മക്ക് ബോധ്യം വേണ്ടേ? അതുകൊണ്ടാണ് അറിയണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ മദ്ഹബ് അനുസരിച്ച് അവൻ ചെയ്യുന്ന നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും സഹീഹാവുകയും ബാത്തിലാവുന്ന കാര്യം വരാതിരിക്കുകയും വേണം. അപ്പൊ അതറിയാത്തവന് പിന്നെ എങ്ങനെ ഇപ്പൊ ഷർത്തൊത്തോ ഫർദുകൾ പൂർത്തിയായോ അല്ലെങ്കിൽ ബാത്തിലാവുന്ന വല്ല കാര്യങ്ങളും വന്നോന്ന് അറിയാം. അതറിയാൻ ഞാൻ നിസ്കാരം സഹിയാവൂല. അവിടെ പ്രശ്നം. മാറുന്ന കുഴപ്പമില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ 4 മദ്ഹബുകളും സഹീഹ, അതിൽ ഏത് എടുത്താലും മതി. പക്ഷേ ഏതാണെങ്കിലും ആ മദ്ഹബ് അനുസരിച്ച് താൻ ചെയ്യുന്ന അമല് ഫർളായിട്ട് സഹീഹാകാൻ ആവശ്യമായ ഷർത്തും ഫർളും ബാത്തിലാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കണം. അതിന്റെ അപ്പുറം സുന്നത്തുകളും ആദാബുകളും ഒക്കെ പഠിച്ചാൽ നല്ലതാണ്, പക്ഷേ നിർബന്ധമല്ല. അബൂ റിഫാത്ത് ഉസ്താദ് ക്ഷമിക്കണം കേട്ടോ ഉസ്താദ്, ഞാൻ മുകളിലായിരുന്നു. ഞാൻ നേരത്തെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മൈക്ക് എടുത്തപ്പോൾ പിന്നെ താഴ്ത്തു വന്നു.
ഉസ്താദെ, ഞാൻ ഫിഖ് മസലപരമായിട്ടുള്ളൊരു വിഷയമല്ല ഉസ്താദെ. ഞാനൊന്നും ചോദിക്കണം എന്ന് കരുതി, ഒരു ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് മൈക്കിൽ തിരക്കാകുമ്പോൾ. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പൊ മദീനത്ത് കാണുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരു തുർബത്ത് ഷിഫ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം അവിടെ കെട്ടി റെഡിയാക്കി, അതപ്പോ അവിടുന്ന് മണ്ണെടുക്കാൻ പറ്റാത്ത കോലത്തിലൊക്കെ ആക്കിയിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് മണ്ണ് എടുക്കാൻ ഇതിനൊക്കെ സൗകര്യങ്ങളൊക്കെ പെട്ട ഒരു സ്ഥലം കൂടിയാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അത് അവിടുത്തെ അത് ഷിഫായിന്റെ മണ്ണായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്നും, അതുപോലെ തന്നെ നമുക്കത് നാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഷിഫക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നും അറിയാനാണ് ഉസ്താദെ. മാത്രമല്ല ഒരു അസുഖമായിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ഉദ്ദേശിച്ചേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഒരു സമയം ഒഴിവുള്ള സമയത്ത് ചോദിക്കേണ്ടി. ഇപ്പൊ സമയം ബാങ്ക് കൊടുക്കാനായി തുടങ്ങി. 5 മിനിറ്റിൽ താഴെയുള്ള സമയമാണ് ബാങ്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. കുറെ ഈ ആളുകളൊക്കെ തോന്നുള്ളവരൊക്കെ ചോദിക്കാൻ പേര് ബാങ്ക് കൊടുക്കാൻ സമയത്താ. ഇനി ഒരു 2-3 മിനിറ്റ് സമയമൊക്കെ പരമാവധി നേടാൻ കഴിയും. അത്യാവശ്യം കൂടാതെ കഴിയാത്ത വല്ല കാര്യങ്ങളും ചോദിക്കാനുള്ളവർ മാത്രം മൈക്കെടുക്കുക. കാരണം സമയം ബാങ്ക് കൊടുക്കാനായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഒരാളുടെ ഒരു ചോദ്യമാണ്. അയാളുടെ ഭാര്യ 3 പ്രാവശ്യം തലാക്ക് ചൊല്ലിയാ പിന്നെ വേറെ ആൾ വിവാഹം കഴിച്ചാൽ അതിന്റെ യുദ്ധം കഴിഞ്ഞിട്ടാണ് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇയാള് പിന്നെ വേറെ ആള് എന്ത് ചെയ്തിട്ടില്ല, തലാക്ക് ചൊല്ലി വേറെ ആള് വിവാഹം ചെയ്തിട്ടില്ല, അവര് തമ്മിലുള്ള ബന്ധമൊന്നും ഇല്ലാതെ തന്നെ ഇയാൾ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് വെക്കുക. എന്നാല് ഈ പിന്നെ വിവാഹ അതിനുള്ള പിന്നെ രണ്ടാമത് നിക്കാഹ് ചെയ്താൽ ശരിയാവുമോ? ആ നിയമം പാലിക്കാതെ രണ്ടാമത് നിക്കാഹ് ചെയ്താൽ ശരിയാവുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്ന് തലാക്ക് ചൊല്ലിയ ഒരു മനുഷ്യന്റെ ആ പെണ്ണിനെ രണ്ടാമത് നിക്കാഹ് ചെയ്യണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ 4 മദ്ഹബ് അനുസരിച്ചും അതിൽ മദ്ഹബ് വ്യത്യാസമില്ല. ഈ മനുഷ്യൻ ത്വലാഖ് ചൊല്ലിയ ഇദ്ദ കഴിയുകയും ആ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഭർത്താവ് നിക്കാഹ് ചെയ്യുകയും അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിനു ശേഷം സ്വമേധയാ അയാൾ ത്വലാഖ് ചൊല്ലുകയും എന്നിട്ട് അയാളിൽ നിന്നിട്ടുള്ള തലാഖിന്റെ ഇദ്ദ കഴിയുകയും ചെയ്തതിനു ശേഷം നിക്കാഹ് ചെയ്യാൻ പറ്റൂല, മടക്കിയെടുക്കാനും പറ്റൂല. ഇദ്ദ കഴിഞ്ഞതിന് ശേഷം വേറൊരാൾ നിക്കാഹ് ചെയ്താലും പോരാ, അയാളും അവളും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും വേണം. എന്നിട്ട് അയാൾ അവളെ മനഃപൂർവ്വം ത്വലാഖ് ചൊല്ലണം. ത്വലാഖ് ചൊല്ലിയ ശേഷം ആ ഇദ്ദയും കഴിയണം. എന്നിട്ട് നിക്കാഹ് ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ വഴിയെ 3 ത്വലാഖ് ചൊല്ലിയ പെണ്ണിനെ രണ്ടാമത് ഭാര്യയാക്കാൻ 4 മദ്ഹബ് അനുസരിച്ചും വഴിയുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് മിഞ്ഞാന്നത്തെ ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞത് ഇമാമ് ബിസ്മി ചൊല്ലണില്ല എന്നുണ്ടെങ്കിൽ ഇമാമിനെ തുടരാൻ സാഫി മദ്ഹബിൽ തുടരാൻ പറ്റില്ല എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. അതുകൊണ്ട് ആ സംശയം ഒന്ന് ദൂരീകരിച്ച് തരണം ഞാൻ മൈക്ക് കേട്ടു. സംശയം ഇമാമ് ബിസ്മോദിൽ ഓർമ്മയുണ്ടെങ്കിൽ ആ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചാൽ ഷാഫി മദ്ഹബുകാരുടെ നിസ്കാരം സഹിയാവൂല. അയാൾ ബിസ്മി ഇടണമെന്ന് നമുക്ക് ഉറപ്പ് വേണമെന്നില്ല. അയാൾ ബിസ്മി ഓതിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ തുടർന്നാൽ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാണ്. രണ്ടാമത് തലക്ക് നിസ്കരിക്കണം. ഓക്കെ, സമയം ബാങ്ക് കൊടുത്ത് തുടങ്ങാൻ പോകുന്നു. ഇനി ഒറ്റപ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് തൽക്കാലം നിവൃത്തിയില്ല.
ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ വീണ്ടും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ദീനിൽ നാഫിയായ ഇൽമു തന്ന് അവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും വിഷമങ്ങളിൽ നിന്നിട്ടും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല സലാമത്താക്കട്ടെ. രോഗികളുടെയും ബുദ്ധിമുട്ടുകാരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു തആല നീക്കി റാഹത്തും സലാമത്തും നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല സ്വാലിഹായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു തആല സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അവർക്ക് നാഫിയായ ഇൽമു കൊണ്ട് അല്ലാഹു തആല ഉന്നത സ്ഥാനത്തെത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പൂർത്തിയെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹ ആളുകളുടെയും കച്ചവടങ്ങളിൽ നിന്നിട്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. റബ്ബെ കൊണ്ട് കൊറോണ വൈറസിന്റെ ആക്രമണത്തിൽ നിന്നിട്ട് മുസ്ലിംത്തെ മൊത്തം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളിൽ നിന്നിട്ട് നീ സലാമത്താക്കണേ അല്ലാഹ്. പഠിച്ചവനെ മരണം വരെ ജീവിക്കാൻ ആവശ്യമായ ഹലാലായ ഐശ്വര്യം തരണേ അല്ലാഹ്. സുജൂദ് ചെയ്യാനും നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തി തരണേ പഠിച്ചവനെ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത് നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ഹക്കടപാടുകൾ വീട്ടി വസിയത്ത് പറഞ്ഞ് ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഹുസ്നുൽ ഖാത്തിമത്തിന്റെ മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ. ചുട്ടുപൊള്ളുന്ന മഹ്ശറിൽ നിന്റെ അർശിന്റെ തണലേകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ എളിയവരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബിന്റെ ചാരത്തണഞ്ഞ അഷ്റഫ തൃക്കയിൽ നൗബുൽ കൗസർ വാങ്ങിക്കുടിക്കാം അല്ലാഹുവേ. നിന്റെ കോപത്തിന്റെ വീടാവുന്ന നരകത്തിൽ ാലം മിന്നൽ വേഗം വിട്ടുകിടന്ന് നിന്റെ റഹ്മത്തിന്റെ വീടാവുന്ന ജന്നാത്തുൽ ഫിർദൗസിന്റെ അംബിയാ ഉലിയാ സ്വാലിഹീങ്ങളുടെ ജവാറിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാ കണ്ട് ആനന്ദിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്, അമ്മോശന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവര്, വസ്ത്രം തന്നവര്, മറ്റ് സഹായ സഹകരണങ്ങളും ഒത്താശയും ചെയ്തു തന്നവർ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത ഞങ്ങൾ ഏറ്റെടുത്ത ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മൂമിനും മൂമിനാത്തുകളെയും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അൻബിയാഇൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.